ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ്, വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. മക്കളൊക്കെ ക്ലാസ്സിന് പോയി തിരിച്ച് വരാറായിട്ടോ. സച്ചുട്ടിന് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് എക്സാം തീർന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പനിയുണ്ട്, ആൾ മുകളിൽ ഉറങ്ങുകയാണ്. അപ്പോൾ അമ്പാടി വരാറായി, കിച്ചു വരാറായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീൻസ് കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീട് ശാന്തമായിട്ട് കിടക്കുകയാണ്. ഈ മക്കൾ വന്നിട്ട് കാണാം ഇവിടുത്തെ അവസ്ഥ. ഇനി അവർ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കിട്ടിയിട്ട്, എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ മുറ്റത്തിൻ്റെ പണിയൊക്കെ തീർന്നു, പക്ഷെ അത് പോളിഷ് ചെയ്യാനൊന്നും ആളെത്തിയിട്ടില്ല കേട്ടോ. കാരണം മഴ ആയതുകൊണ്ട് വെയിലൊക്കെ വന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇനിയും പണികളുണ്ട്, നമുക്ക് ഗേറ്റ് വെക്കാം. വീഡിയോസ് എടുക്കാനും മടി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അതേപോലെ ചായ ഉണ്ടാക്കല്ലേ മക്കൾ വരുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് ചായയും മക്കൾക്ക് നമുക്ക് ചോക്കോമാർക്ക് ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട്, ലോങ് വീഡിയോസിൻ്റെ അകത്ത് വേറെ ഒന്നുമല്ല, എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അമ്പാടിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണതാണ്. അതിൻ്റെ ഫോൺ വയ്ക്കുന്ന ആ ഭാഗം പൊട്ടിപ്പോയി. നമ്മൾ പുതിയതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, സംഭവം എത്തിയിട്ടില്ല. അങ്ങനെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ എത്തും. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം സ്നാക്സിന് ഇതാക്കണോ, ബ്രെഡ് പൊരിക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ഇവിടെ നെയ്യിൽ പൊരിക്കുന്നത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ തീരാറായി കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു നെയ്യൊക്കെ. അങ്ങനെ ഏട്ടൻ തിരിച്ചു പോയിട്ടോ. പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കുറച്ച് ദിവസം ഞങ്ങൾ കൂടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പഴയ റൊട്ടീനിലേക്ക് തിരിച്ച് കെട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അതാണ് പിന്നെ വീഡിയോസൊക്കെ ഇടാൻ കുറേ വഴുകി പോയത്. അപ്പോൾ നമ്മളുടെ പാല് തിളച്ചപ്പോൾ ചോക്കോമാൾട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകുന്ന പൗഡറാണ് കേട്ടോ. അപ്പോൾ പുതിയ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. പിന്നെ മക്കൾക്ക് മാൾട്ടോസുമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചായയാണ് ഉണ്ടാക്കുക. എനിക്കതൊന്നും അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമാവാറില്ല. നമ്മുടെ മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയില്ലേ, പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ. ഇനി വൈകുന്നേരം അവർ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം 3 പേരെയും കൂടെ പഠിപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ കിച്ചു എക്സാം കഴിഞ്ഞ് എത്തിയിട്ടില്ല. സച്ചുട്ടനാണെങ്കിൽ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര തലവേദനയും ഒരു മേൽക്കാച്ചിലൊക്കെ ഉണ്ടായിട്ട് അവന് ഇതാക്കണു പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുത്തിട്ട് അങ്ങനെ അവനെ ഉറക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാക്കണം അമ്പാടിയുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ റോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചായയും ബ്രെഡൊക്കെ പൊരിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്ക് അമ്പാടി ഇതാക്കണം വന്നു കേട്ടോ. അപ്പോൾ അമ്പാടി ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്കൂൾ തന്നെയാണ്. അവിടെ LKG UKG മാത്രമേ ഉള്ളൂ. നമ്മുടെ സച്ചുട്ടന് പോയ സ്കൂളിലായിരുന്നു. മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അമ്പാടി ഇതാക്കണം ഇറങ്ങി വന്നപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവന് സംസാരിക്കാനുണ്ടാവും കേട്ടോ. സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് അങ്ങോട്ട് തീരില്ല. പിന്നെ അവനെ വേഗം തന്നെ മേല് കഴുകിച്ചെടുക്കും. കാരണം സച്ചുട്ടന് ഞാൻ പറഞ്ഞില്ലേ പനി നന്നായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അവനെ ഹോസ്പിറ്റലിലേക്ക് മിക്കവാറും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അമ്പാടിയുടെ കാര്യങ്ങളൊക്കെ തീർന്ന് തറവാട്ടിലാക്കിയിട്ട് വേണം എനിക്ക് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അമ്പാടി തകണം നാളെ ഓഗസ്റ്റ് 15 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അവർക്ക് ഡാൻസ് ഉണ്ട്, കോസ്റ്റ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുട്ടി ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ ഞാൻ പെട്ടെന്ന് തന്നെ മേല് കഴുകിച്ചെടുത്തിട്ട് അവന് തക്കണു ചോക്കോമാൾട്ടും ബ്രെഡ് പൊരിച്ചതും അവന് ഞാൻ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇനി വൈകുന്നേരം ഒരു 7 മണി വരെ നമ്മുടെ ചെവിത്താല കേൾക്കില്ല. ഇത്രയും നേരം നമ്മുടെ വീട് ശാന്തമാണെങ്കിൽ ഇനി രാത്രി കിടക്കുന്ന വരെ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. ചില സമയത്ത് നമുക്ക് ആ ബഹളം ഇല്ലെങ്കിൽ വല്ലാതെ മിസ് ചെയ്യും. പക്ഷേ ചില സമയത്തുണ്ടല്ലോ തലയ്ക്ക് ദേഷ്യം പിടിച്ചു പോകും. അത്രയും അടിപിടിയൊക്കെ ആയിരിക്കും. അങ്ങനെ അവന് ചായ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സാച്ചുട്ടിന് ഞാനും കൂടെ മുകളിലായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നത്. അപ്പോൾ അവൻ അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആളെ വിളിച്ചുണർത്തി അവനും താഴത്തോട്ട് കൊണ്ടുവന്നു. അപ്പോഴേക്കും നമ്മുടെ കിച്ചു എത്തി കേട്ടോ. അപ്പോൾ ഒക്കെ മേല് കഴുകി വന്ന് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാക്കണ സച്ചുട്ടനെ ബ്രെഡും ചായയും കുടിച്ചതിൽ അതേപോലെ തന്നെ അങ്ങോട്ട് വൊമിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വേഗം അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. എപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും അത് ഫുള്ളാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ലോങ് വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. ഇനി സച്ചുട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അടുത്ത വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.